പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് രാഹുൽ ദയവായിട്ട് നമ്മൾ ഇസ്ലാമിനെയും ഇറങ്ങിയില്ലല്ലോ. രാഹുൽ ദയവായിട്ട് അതാ പറഞ്ഞ രാഹുൽ ദയവായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത്. ചോദ്യം ഇതാണ്, അതായത് ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനും നിങ്ങൾ എടുക്കാം. ഇനിയിപ്പോൾ ഹമാസിനെ വിളിച്ചതിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്നത് ഇസ്ലാമിക് തീവ്രവാദികളാണ്. അതായത് മുഹമ്മദ് നബിയും കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗാന്ധിജിയൊക്കെ വലിയ തോതിൽ പുകഴ്ത്താറുള്ള നമ്മളുടെ ഉമറിന്റെ ഭരണം വരണം എന്നൊക്കെ പറയുന്ന ആ ഉമറിന്റെ ഒരു കന്നന്തിരിവാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സ് മുസ്ലിം ആരിഫിന്റെ പച്ചക്കളവുകളും രാഹുൽ ഈശ്വറിന്റെ കൃത്യമായ മറുപടികളും ഉൾപ്പെടുന്ന സംവാദത്തിന്റെ നിരൂപണത്തിന്റെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ അതിതീവ്രമായി പ്രവാചകനെയും പ്രവാചക ശിഷ്യന്മാരായ സഹാബത്തിനെയും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹിഷ്ണുതയോടെ ഈ വീഡിയോ വീക്ഷിക്കാൻ കഴിയുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയെന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൂരമായ മർദ്ദനങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ വളരെ സഹിഷ്ണുതയോടെ നേരിട്ട നമ്മുടെ മുൻഗാമികളെ മാതൃകയാക്കുകയാണെങ്കിൽ ആരിഫിൻ്റെ ഈ പച്ചക്കളവുകളും തേജോവധം ചെയ്യലുമൊക്കെ സഹിഷ്ണുതയോടെ തന്നെ വീക്ഷിക്കാൻ കഴിയും. മറ്റ് ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പലരും അത് കമൻറ്റിലൂടെ അറിയിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. തികച്ചും ഒരു നാക്കുപിഴ മാത്രമാണ് അവിടെ സംഭവിച്ചത്. വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കണ്ടാൽ അത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടും. വീഡിയോയുടെ 7ാമത്തെ മിനിറ്റിൽ ആരിഫിൻ്റെ ഇരട്ടവാദം എന്നത് മാറി രാഹുൽ ഈശ്വറിൻ്റെ ഇരട്ടവാദം എന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. ആരിഫിൻ്റെ ഇരട്ടവാദം എന്നായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നാക്കിൽ വന്ന ഒരു ചെറിയ പിഴവ് കാരണം അത് രാഹുൽ ഈശ്വറിൻ്റെ ഇരട്ടവാദം എന്നായി മാറിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ബാക്കി ഭാഗം കണ്ടാൽ അറിയാം അത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. ഇനി ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ആരിഫിൻ്റെ വാദങ്ങൾ മുഴുവൻ ചുരുട്ടിക്കൂട്ടി എറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അത് കാണാതെ പോകരുത്. ആരിഫിൻ്റെ വാദമനുസരിച്ച് അപകടത്തിൽപ്പെട്ട ഒരു അമുസ്ലിം സഹോദരനെ വളരെ ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന ഒരു ഉസ്താദിൻ്റെ, ഒരു പണ്ഡിതൻ്റെ വീഡിയോ ആണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ടോപ്പ് 10 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ടോപ്പ് 10 ടെറർ, ഇപ്പോൾ ടോപ്പ് 4 എന്ന് പറഞ്ഞിട്ടൊരു ടെറർ കാറ്റഗറൈസേഷൻ ഉണ്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അതിൽ ടോപ്പ് 4ഉം ഏതൊക്കെയാണ്? ഹമാസ്, ഐസിസ്, അൽ ഷബാബ്, അതുപോലെ JNIM എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. നമ്മൾ ഇവരോടൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഞാൻ രാഹുലിനോട് ആ ചോദ്യം രാഹുലിനോടും ആ ചോദ്യം തന്നെയാണ്. എപ്പോൾ ഒരു മിനിറ്റ്, ഈ ചോദ്യം ഇതാണ്, അതായത് ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനും നിങ്ങൾ എടുക്കാം. ഇനിയിപ്പോൾ ഹമാസിനെ വിളിച്ചതിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. ബാക്കിയുള്ളതുണ്ടല്ലോ 3 എനിക്ക് ഹമാസിനോട് യാതൊരു യോജിപ്പുമില്ല. ഹമാസ് ചെയ്തത് ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. ഹമാസിന്റെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, യുണൈറ്റഡ് നേഷൻസ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. അങ്ങ് ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല? ഇസ്രായേലിന്റെ വ്യൂ പോയിന്റ് മാത്രമല്ല, അതായത് ഐസിസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? അവർ എന്നാണ് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞുതരാം. അതായത് ഐസിസ് ഉണ്ടായ അന്ന് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നില്ല. അവർ എക്സിസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തത്. ആരിഫിന്റെ ആദ്യത്തെ വാദം ഈ ലോകത്തുള്ള 10 തീവ്രവാദ സംഘടനകൾ എടുത്താൽ അതിൽ ഭൂരിഭാഗവും മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ആരിഫിൻ്റെ വാദം. അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളിലെ ഒരുപാട് തീവ്രവാദ സംഘടനകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ആരിഫിനോട് പറയാനുള്ളത്, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വിദേശ നാടുകളിലുള്ള തീവ്രവാദ സംഘടനകളിലേക്കൊന്നും പോവേണ്ട കാര്യമില്ല. നമ്മുടെ ഈ കേരളത്തിൽ മാത്രം മുസ്ലിം പണ്ഡിതന്മാരെയും മുസ്ലിം നേതാക്കളെയും കുറിച്ച് ഒന്ന് പഠനം നടത്തിയാൽ മതി, ഒന്ന് കണ്ണോടിച്ചാൽ മതി. അതിൽ നിന്നും തീർച്ചയായിട്ടും ആരിഫിന് ബോധ്യപ്പെടും പരിശുദ്ധ ഇസ്ലാം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. മറ്റ് രാജ്യങ്ങളിൽ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ, പ്രവാചക ചര്യ പിൻപറ്റി ജീവിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിലാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ കേരളത്തിൽ ഇസ്ലാം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വളരെ നന്നായിട്ട് ഖുർആൻ അറിയാം, ഹദീസ് അറിയാം, മറ്റ് ഗ്രന്ഥങ്ങൾ അറിയാം. അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള വിജ്ഞാനം വളരെയധികം നേടിയ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിൽ അവർ നേതൃത്വം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി.
ഇനി ഏതെങ്കിലും വ്യക്തികൾ തീവ്രവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രവാചകചര്യ പിൻപറ്റാത്തവരാണ് എന്നാണ് ഈ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദത്തെ ഇന്ന് കേരളത്തിൽ അതിശക്തമായി എതിർക്കുന്നവർ ഈ പണ്ഡിതന്മാർ തന്നെയാണ്. അവരുടെ പ്രസംഗങ്ങളും യൂട്യൂബിലെ ചില പ്രസംഗങ്ങളൊക്കെ വീക്ഷിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇന്ന് തീവ്രവാദത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ്. ഈ പണ്ഡിതന്മാരിൽ നിന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം പോലും ഈ ആരിഫിനോ അവൻ്റെ കൂട്ടാളികൾക്കോ കാണിക്കാൻ കഴിയില്ല. തീവ്രവാദികളായിട്ടുള്ള ആളുകളെ ഒന്ന് പഠനം നടത്തിയാൽ അതും ആരിഫിന് ബോധ്യപ്പെടും. ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, മറ്റു ഗ്രന്ഥങ്ങളൊന്നും അറിയില്ല. ഇസ്ലാമികമായിട്ടുള്ള അറിവ് കാര്യമായിട്ട് നേടാത്ത ആളുകളാണ് അവർ. ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ബാലപാഠം അവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദികളെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന, ഇസ്ലാമിക വിജ്ഞാപനം നേടിയ വലിയ പണ്ഡിതന്മാർ ശക്തമായി എതിർക്കുമ്പോൾ പിന്നെ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ തീവ്രവാദം ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അതില്ലാതെ കഴിയില്ല എന്നൊക്കെ പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്ലാമോഫോബിയ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കളവ് തന്നെയാണ്, കുപ്രചരണം തന്നെയാണ്. പിന്നെ ആരിഫ് പറയുന്നത് ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നാണ്. പക്ഷേ രാഹുൽ ഈശ്വർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഹമാസിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടില്ല, അമേരിക്കയോ മറ്റ് പ്രമുഖ രാജ്യങ്ങളോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആരിഫ് അതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹമാസിനെ തീവ്രവാദമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കരുതി അത് തീവ്രവാദ സംഘടനയായി കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ICC രൂപീകരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ISISനെ തീവ്രവാദ സംഘടനയായിട്ട് ലോകം പ്രഖ്യാപിച്ചത് എന്നാണ് അതിന് ഒരു ന്യായമായിട്ട് പറയുന്നത്. അപ്പോൾ ISIS പോലെ ഹമാസിനെയും ലോകം തീവ്രവാദ പ്രസ്ഥാനമായി അംഗീകരിക്കും, പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരിഫോ ഇപ്പോൾ തന്നെ ഹമാസിനെ തീവ്രവാദികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ISIS രൂപീകരിച്ചത് ആരാണെന്ന് ഒബാമയും ഹിലരി ക്ലിൻ്റനും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. ഏതെങ്കിലും മതവിഭാഗത്തോടല്ലല്ലോ ഹമാസ് പോരാടിക്കൊണ്ടിരിക്കുന്നത്, ഇസ്രായേൽ ഭരണകൂടത്തോട് മാത്രമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളോട് ഹമാസ് പോരാട്ടം നടത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഫലസ്തീനിലെ തന്നെ മറ്റ് മതവിഭാഗക്കാരോട് ഹമാസ് പോരാട്ടം നടത്തിയിട്ടുണ്ടോ? അവരെ ആക്രമിച്ചിട്ടുണ്ടോ? അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേൽ ഭരണകൂടത്തോട് മാത്രമാണ് ഹമാസ് കാലങ്ങളായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേൽ ഫലസ്തീൻ അധിനിവേശം ചെയ്തതിനെ ചെറുത്തു നിൽക്കുകയാണ്. ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ചിട്ടുള്ളത്. അവിടെ നിന്നും പിടിച്ചെടുത്ത ബന്ദികളെ ഹമാസ് വിട്ടയച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹമാസിനെ ഒരാൾ പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. എല്ലാവരും ഹമാസിനെ പുകഴ്ത്തി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഹമാസ് ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നെങ്കിൽ ഈ ബന്ദികളെങ്കിലും ഹമാസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ടേ? ആ ഒറ്റ കാര്യം തന്നെ നോക്കിയാൽ മതി, ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഹമാസ് താലിബാനെ പോലെയോ ISIS പോലെയോ ഒരു തീവ്രവാദ പ്രസ്ഥാനമല്ല എന്ന് പറയാൻ കാരണം, ഹമാസ് ഗാസ ഭരിക്കുന്നത് ഹമാസാണ്. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഹമാസ്. 1987 രൂപീകരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഹമാസ്. അവരുടെ മുഖ്യ എതിരാളിയായ അൽ ഫത്താഹ് പോലും ഹമാസിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല, സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഭാവിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം തന്നെ വിമർശിക്കുന്നത് മോശമല്ല ആരിഫ്. നമ്മൾ പലപ്പോഴും ഉപമയായിട്ട് പറയാറുണ്ട്, ഇരിക്കുന്നതിന് മുമ്പേ കാൽ നീട്ടരുത് എന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഇത്. ഏതായാലും ആരിഫ് ബാക്കി പറയട്ടെ. നമ്മൾ മുസ്ലിങ്ങളല്ലല്ലോ കാണുന്നത്, നമ്മൾ ഇസ്ലാമിനെയാണ് കാണുന്നത്. എനിക്ക് രാഹുലിനോടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്താ, വെയിറ്റ് ഞാനൊരു പോയിന്റ് ഇവിടെ അണ്ടർലൈൻ ചെയ്യാണ്. അതായത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ദയവായിട്ട് രാഹുൽ അവിടെ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത്. അതാണ് എനിക്കുള്ള ഒരു റിക്വസ്റ്റ്. പിന്നെ ആരിഫ് പറയുന്നത് ഇസ്ലാമിനെ പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത് എന്നാണ്. എന്നാൽ ഇസ്ലാമിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി നെറുകേട് കാണിച്ച, അക്രമം കാണിച്ച മുഴുവൻ മുസ്ലിങ്ങളെയും ആരിഫ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആരിഫ് പലപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. ഇസ്ലാമിനെ അത്തരക്കാരായ മുസ്ലിങ്ങളെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇസ്ലാം മോശമാണെന്നും ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നൊക്കെ ആരിഫ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിങ്ങളെ മുന്നിൽ നിർത്താതെ എന്തെങ്കിലും ആരിഫ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നല്ലതാണ് എന്ന് പറയാൻ വേണ്ടി മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ പാടില്ല. ഇസ്ലാമിനെ കുറിച്ച് മോശമാണ് എന്ന് പറയാൻ വേണ്ടി എത്ര മുസ്ലിങ്ങളെ വേണമെങ്കിലും ആരിഫിന് കൊണ്ടുവരാം. ആരിഫിൻ്റെ വാക്കുകൾ, ആരിഫിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ മുസ്ലിങ്ങളെ എടുത്തുകൊണ്ടാണ് ഇസ്ലാം മോശമാണ് എന്ന് ആരിഫ് ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ മുസ്ലിങ്ങളെ മുന്നിൽ വെക്കുന്നുണ്ട്, താലിബാനിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെ മുന്നിൽ വെക്കുന്നുണ്ട്, ISISൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെ മുന്നിൽ വെക്കുന്നുണ്ട്, തീവ്രവാദം കാണിച്ച് ഏതോ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച ഏതോ ഒരു മുസ്ലിമിനെ മുന്നിൽ വെക്കുന്നുണ്ട്. എന്തിന്? നമ്മുടെ മഅ്ദനിയെ പോലും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി എത്ര മുസ്ലിങ്ങളെ ഹാജരാക്കാനും ആരിഫിന് പറ്റും. ഇസ്ലാമിനെ മാതൃകയാക്കാൻ വേണ്ടി, ഇസ്ലാം നല്ലതാണെന്ന് പറയാൻ വേണ്ടി ഏതെങ്കിലും മുസ്ലിമിനെ മുന്നിൽ വെച്ചാൽ അപ്പോൾ പറയും ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത് എന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഇരട്ടവാദം എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ അല്ല, ആരിഫിൻ്റെ ഇരട്ടവാദം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളിലൂടെയാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത ഒരാൾ നേരെ ഖുർആനിൽ പോയിട്ട്, നേരെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോയിട്ട് അത് വായിച്ചിട്ടല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. മുസ്ലിങ്ങളിലൂടെയാണ്, അവനെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിലൂടെയാണ്. അതും ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന, ഏറ്റവും നല്ല വിജ്ഞാനം നേടിയിട്ടുള്ള മുസ്ലിങ്ങളാരോ അവനെ നോക്കിയിട്ടാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അറിവില്ലാത്തവരൊക്കെ നേരെ ചെന്ന് ഖുർആനിൽ വായിക്കുക, ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുക, മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണല്ലോ മുസ്ലിങ്ങൾ 5 വക്തിലും 17 റക്അത്തിലുമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ. എന്താണ് പറയുന്നത്? ദൈവം അനുഗ്രഹിച്ച മഹാന്മാർ ജീവിച്ച നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ എന്നാണ് എല്ലാ മുസ്ലിമും 5 വക്തിലും 17 റക്അത്തിലുമായിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്. ഒരു മുസ്ലിം ഒരു ദിവസം ആവർത്തിച്ച് പറയുന്നതും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതും ഈ വാക്കുകളാണ്. അതല്ലാതെ ഞങ്ങൾക്ക് ഖുർആൻ നോക്കി ദീൻ മനസ്സിലാക്കാനുള്ള പ്രാപ്തി തരണേ, ഞങ്ങൾക്ക് മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നോക്കി ഇസ്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് തരണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ രീതിയിലല്ല ദൈവം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതും. അതായത് ഒരു സാധാരണ മനുഷ്യൻ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ നോക്കിയാണ്. അതല്ലാതെ എല്ലാവർക്കും ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാനോ ഖുർആൻ വായിച്ച് അതിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനോ കഴിയില്ലല്ലോ. അവർക്ക് പ്രാവർത്തികമായ ഒരു വശം എന്നുള്ളത് മുസ്ലിങ്ങൾ എങ്ങനെ, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, അറിവ് നേടിയ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ മുസ്ലിമിൻ്റെ ജീവിതം കൃത്യമായി നോക്കി, കൃത്യമായി നിരീക്ഷിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. 6-ാം നൂറ്റാണ്ടിലെ ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത്? പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ്. അതിനുശേഷമുള്ള ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? പ്രവാചകൻ്റെ ശിഷ്യന്മാരായ സഹാബത്തിൻ്റെ ജീവിതം നോക്കിയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല അറിവ് നേടിയിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ നോക്കി തന്നെയാണ്. അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നിരീക്ഷിക്കുന്ന, നമ്മൾ പഠനം നടത്തുന്ന ആളുകൾ ആരെങ്കിലും ആരിഫ് പറഞ്ഞ പോലെ തീവ്രവാദികളായിട്ട് മാറിയിട്ടുണ്ടോ, തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ, മറ്റ് അമുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊന്നിട്ടുണ്ടോ, അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരിഫ് നോക്കേണ്ടത്. അപ്പോൾ അവരെയൊന്നും നോക്കാതെ കുറേ തീവ്രവാദികളെ മാത്രം നോക്കി ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ ആരിഫിനെ പോലെ ഇനിയും ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും ഇസ്ലാമിനെ വിമർശിക്കാൻ. ഇസ്ലാം എന്നത് കേവലം ഒരു ഷഹാദത്ത് കലിമ മാത്രമല്ല, ഈ മനുഷ്യന് ഏറ്റവും നന്നായി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥിതിയാണ് ഇസ്ലാം. ആ ജീവിത വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക. അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും സ്വർഗം നേടുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം ആയാൽ മതി അവന് സ്വർഗം ഉറപ്പാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥിതി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആരെ നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ മുസ്ലിങ്ങളെ നോക്കി. അതിനാണല്ലോ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. ഈ പ്രവാചകന്മാർ എങ്ങനെ ജീവിക്കുന്നു, ഈ പ്രവാചകരായ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കി മനസ്സിലാക്കാനല്ലേ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ദൈവത്തിന് നേരെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കി തന്നാൽ പോരെ? ഈ പ്രവാചകരും അവരുടെ അനുയായികളൊക്കെ മറ്റു മതസ്ഥരുമായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമാണ് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇനി ബാക്കി പറയട്ടെ. താലിബാൻ ചെയ്യുന്നത് മാത്രം നമ്മൾ എടുക്കുക. താലിബാൻ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. താലിബാൻ അവിടെ വസ്ത്രധാരണം അവിടെ നിഷ്കർഷിക്കുന്നു, ഹിജാബ് നിയമം ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ സ്ത്രീകളെ ജോലിക്ക് വിടാതെ അവിടെ നിർബന്ധിച്ച് വീട്ടിനകത്ത് ഇരുത്തുന്നു, ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ അവിടെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ എറിഞ്ഞു കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു, ഇസ്ലാമിൻ്റെ നിയമമാണ്. നിങ്ങൾ പറയൂ, ഇവിടെ ഇതേ സാധനം തന്നെയല്ലേ ഇവിടുത്തെ സമസ്തയും ചെയ്യുന്നത്? താലിബാൻ ചെയ്യുന്ന കുറേ പ്രവർത്തികൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതാണ് ഇസ്ലാം, അതൊക്കെ തന്നെയാണ് സമസ്ത ചെയ്യുന്നത് എന്ന് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. എനിക്കറിയില്ല താലിബാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരെക്കുറിച്ചൊരു പഠനം നടത്താൻ പോയിട്ടില്ല, അവരെ മാതൃകയാക്കാനും പോയിട്ടില്ല. ഇനി താലിബാൻ ചെയ്യുന്നതൊക്കെ സമസ്ത ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞല്ലോ. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആരിഫ് എണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ സമസ്ത ചെയ്യുന്നുണ്ടോ, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത് എന്ന് ഓരോന്ന് ഇങ്ങനെ ഇട്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് മറുപടി പറയാം. താലിബാൻ ചെയ്യുന്നത് മാത്രം നമ്മൾ എടുക്കുക. താലിബാൻ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. അതിലൊന്നാമതായിട്ട് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു എന്നാണ്. പച്ചക്കളവല്ലേ ഈ പറയുന്നത്? ഇന്ന് ഈ കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും ഇവിടുത്തെ മുസ്ലിം സമൂഹം. സമസ്ത ഇവിടെ നടത്തുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ അത്ര വേറെ ഏത് പ്രസ്ഥാനമാണ് ഇവിടെ നടത്തുന്നത്? അറിവിന് വേണ്ടി ഒരു നോളജ് സിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് റൂട്ടിൽ. അവിടെ LKG മുതൽ ഇംഗ്ലീഷ് മീഡിയം തൊട്ട് LLBയും MBBSും യുനാനിയും ടെക്നോളജിയും മറ്റ് IT-യും എഞ്ചിനീയറിംഗും അങ്ങനെ തുടങ്ങി നിരവധി കോഴ്സുകളാണ് നോളജ് സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു മാസം എടുത്താലും ആരിഫിന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് കേരളത്തിലെ ഏത് വിഭാഗമാണെങ്കിലും, AP ആണെങ്കിലും EK ആണെങ്കിലും മുജാഹിദ് ജമാഅത്ത് ഇവരൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ഒന്ന് ആരിഫ് എടുത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കട്ടെ. ആരിഫ് പറഞ്ഞ പോലെ കേവലം ആൺകുട്ടികൾ മാത്രമല്ല അവിടെയൊക്കെ പഠിക്കുന്നത്, പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്.
താലിബാനെ പോലെ സമസ്തയും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നു, കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നൊക്കെ തട്ടിവിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ആരിഫിനെ പോലെ ലോകമറിയാത്ത, സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകളല്ല എന്നെങ്കിലും ചിന്തിക്കണ്ടേ. ഇനി പ്രവാചകൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം കരസ്ഥമാക്കണമെന്നാണ്. അന്നത്തെ കാലത്ത് അടുത്ത പരാതി എന്താ ആരിഫിന്? താലിബാൻ അവിടെ വസ്ത്രധാരണം അവിടെ നിഷ്കർഷിക്കുന്നു. ഹിജാബ് നിയമം ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും അതാണ് ഇസ്ലാമിൻ്റെ നിയമമെന്നും അത് ഇവിടെ സമസ്ത നടപ്പാക്കുന്നുവെന്നാണ് ആരിഫ് പറയുന്നത്. അപ്പോൾ ഇസ്ലാം ഇന്ത്യയിലുണ്ടല്ലോ, ഇവിടെ ആരെങ്കിലും സമസ്തയോ മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങൾ ഹിജാബ് നിർബന്ധമാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇസ്ലാമിൻ്റെ ഒരു വസ്ത്രധാരണ രീതിയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അത് താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. അത് ഉപേക്ഷിച്ചത് കൊണ്ട് ഇവിടെ വെട്ടിക്കൊല്ലുകയോ അവരെ ആ നാട്ടിൽ നിന്നും പുറത്താക്കുകയോ വീട്ടിൽ നിന്നും പുറത്താക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹിജാബ് എന്ന് പറയുമ്പോൾ ചിലർ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അതിനർത്ഥം. അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അതല്ലാതെ സ്ത്രീകളെ പ്രയാസപ്പെടുത്താനല്ല ഹിജാബ് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇവിടെ പക്ഷേ ആരിഫ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പർദ്ദയും മുഖം മൂടിയൊക്കെയാണ്. നമുക്ക് ആരിഫിൻ്റെ ഹിജാബിന് പകരം പർദ്ദ എന്ന് തന്നെ ഉപയോഗിക്കാം. ഇനി കേരളത്തിലെ മുഴുവൻ മുസ്ലിം സ്ത്രീകളും പർദ്ദ ഇട്ടിട്ടാണ് അവിടെ നടക്കുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമല്ലേ പർദ്ദ ഇട്ടിട്ട് നടക്കുന്നുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആളുകളും പർദ്ദ അല്ലാത്ത മറ്റു വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ മുസ്ലിം സ്ത്രീകളെയൊക്കെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ പുറത്താക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെ മറ്റെന്തെങ്കിലും രീതിയിൽ നിർബന്ധിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവരെ മുസ്ലിങ്ങളല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ആരിഫ് പറയുന്നത് പോലെ, താലിബാൻ ചെയ്യുന്നത് പോലെ സമസ്തയും ഇവിടെ ചെയ്യുന്നു, പർദ്ദ നിർബന്ധമാക്കുന്നു എന്നൊക്കെ പറയുന്നത് പച്ചക്കളവാണെന്ന് ആർക്കാണ് അറിയാൻ പറ്റാത്തത്? ഇനി ഏതെങ്കിലും സ്ഥാപനത്തിൽ പർദ്ദ നിർബന്ധമാണെങ്കിൽ അത് അവിടുത്തെ യൂണിഫോമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ യൂണിഫോം നിർബന്ധമല്ലേ? അതുപോലെ തന്നെ അവിടുത്തെ യൂണിഫോമാണ് പർദ്ദ. ആ യൂണിഫോം അവർ സ്വീകരിക്കാൻ കാരണം ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ രീതി അതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ക്രിസ്ത്യാനിയിൽ കന്യാസ്ത്രീകളാകുന്ന സ്ത്രീകൾക്ക് ഒരു വസ്ത്രം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. ആ വസ്ത്രമല്ലാതെ ഏതെങ്കിലും ചുരിദാറിട്ടോ അല്ലെങ്കിൽ സാരി ഇട്ടോ ഉള്ള കന്യാസ്ത്രീകളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് കന്യാസ്ത്രീ ആയിട്ട് തുടരണമെങ്കിൽ ആ വസ്ത്രം അവർക്ക് നിർബന്ധമാണ്. ആ വസ്ത്രം നിർബന്ധപൂർവ്വം അവരെ ധരിപ്പിക്കുന്ന ആളുകളെ തീവ്രവാദികളെന്ന് പറയാൻ പറ്റുമോ? അവർ താലിബാനെ മാതൃകയാക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ താലിബാനെ മാതൃകയാക്കി സമസ്ത നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശുദ്ധ വിവരക്കേട് എന്നല്ലാതെ എന്ത് പറയാൻ? അടുത്തതെന്താ? താലിബാൻ സ്ത്രീകളെ ജോലിക്ക് വിടാതെ അവിടെ നിർബന്ധിച്ച് വീട്ടിനകത്ത് ഇരുത്തുന്നു. ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ സ്ത്രീകളെ ജോലിക്ക് വിടുന്നില്ല, വീട്ടിൽ തളച്ചപ്പെടുന്നു. അത് തന്നെയാണ് സമസ്ത ഇവിടെ ചെയ്യുന്നത്. എത്ര വിഡ്ഢിത്തരമാണ് ആരിഫ് ഈ പറയുന്നത്? ഈ സമസ്തയുടെ സ്ഥാപനങ്ങളൊന്ന് മാത്രം ഒന്ന് പോയി കണ്ടാൽ മതി. എത്ര സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്നത്? എത്ര ടീച്ചർമാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്ന് മാത്രം നോക്കി കണ്ടാൽ മതി. സമസ്തയിൽ വിശ്വസിക്കുന്ന എത്ര മുസ്ലിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്? സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെതിരാണ് സമസ്ത എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഈ സമസ്തയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതൊക്കെ നടപ്പാക്കുന്നത്? ഈ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ എങ്ങനെ ഈ സ്ത്രീകൾക്ക് ജോലി കിട്ടുന്നത്? എത്ര വിഡ്ഢിത്തരമാണ് ഈ ആരിഫ് പറയുന്നത്? അങ്ങനെ ആരിഫ് പറയുന്നതാണ് ശരിയെങ്കിൽ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ഒരൊറ്റ സ്ത്രീയെയും ജോലിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അമുസ്ലിങ്ങളുണ്ട്, അമുസ്ലിം സ്ത്രീകളുണ്ട്. അവരോട് മാത്രം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇങ്ങനെ ഇസ്ലാമിൻ്റെ വീക്ഷണം ഇങ്ങനെയാണോ? കാണുന്നിടത്ത് വെച്ച് അമുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലണമെന്നാണോ? അതല്ലെങ്കിൽ സ്ത്രീകളെ ജോലിക്കൂടാൻ പാടില്ല എന്നാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. എന്നിട്ട് വേണം ഇത്തരം വിമർശനങ്ങളുമായിട്ട് കടന്നു വരാൻ. ആരിഫ് പറഞ്ഞ പോലെ ഇസ്ലാമിൽ ജീവിക്കുന്ന ആളുകൾ വെട്ടിക്കൊല്ലാൻ പറഞ്ഞ അമുസ്ലിങ്ങളായിരിക്കും ചിലപ്പോൾ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലിക്കാരായിട്ടുണ്ടാവുക. പിന്നെ ഇസ്ലാം പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ്. പോകേണ്ട എന്നല്ല, പോകേണ്ട എന്ന നിർബന്ധവും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും രണ്ടാണ്. അത് തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്തത് പോയത് ഞങ്ങൾ കുറ്റാണോ? ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ അവരുടെ ഭർത്താവുണ്ട്, അവരുടെ പിതാവുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാരുണ്ട്. അവരെയാണ് ഇസ്ലാം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വരുന്ന ദൈനംദിന കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ പുരുഷന്മാരെയാണ് ഇസ്ലാം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് നിറവേറ്റി കൊടുക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. കുട്ടിക്കാലത്താണെങ്കിൽ പിതാവുണ്ട്, യൗവനകാലത്താണെങ്കിൽ ഭർത്താവുണ്ട്, വാർദ്ധക്യകാലത്താണെങ്കിൽ മകനുണ്ട്. ഇനി ഈ പറഞ്ഞ സാധ്യതകളൊന്നും ഇല്ല എങ്കിൽ അനിവാര്യ ഘട്ടത്തിലാണെങ്കിൽ ഈ സ്ത്രീക്ക് ജോലിക്ക് പോവാം, അതിന് കുഴപ്പമില്ല. അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിലും സ്ത്രീകൾക്ക് ജോലിക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ അങ്ങനെ പുരുഷന്മാരെ പോലെ പ്രയാസപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കേണ്ട കാര്യമില്ല, പ്രയാസപ്പെട്ട് കുടുംബം നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകൾ ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുണ്ട്. ഈ പുരുഷൻ വളരെ പ്രയാസപ്പെട്ട് എന്ത് ജോലിയും ചെയ്ത് തൻ്റെ കുടുംബം പോറ്റൽ ആ പുരുഷന് നിർബന്ധമാണ്. ഈ കുടുംബം പോറ്റുന്ന കാര്യം മാത്രമല്ല, ഈ നാട്ടിലെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ പുരുഷൻ സമ്പാദിക്കൽ നിർബന്ധമാണ്. എന്നാൽ സ്ത്രീക്ക് ആ നിർബന്ധമില്ല. താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തൻ്റെ കുടുംബം പോറ്റൽ സ്ത്രീക്ക് നിർബന്ധമില്ല ഇസ്ലാമിൽ. ആ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച് നാട്ടിലെ കാര്യങ്ങൾ നോക്കൽ നിർബന്ധമില്ല ഇസ്ലാമിൽ. അതാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഏതാണ് ഇവിടെ സുഖം? ഒരു സ്ത്രീക്ക് ഒരു ജോലിക്ക് പോയി കഷ്ടപ്പെടാതെ തന്നെ തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത്? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? നേരെ തിരിച്ച് വിപരീത ദിശയിൽ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഇനി എന്താണ് പറയാനുള്ളത് നോക്കാം. താലിബാൻ അവിടെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ എറിഞ്ഞു കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ ഹോമോസെക്ഷൽ ചെയ്യുന്നവരെ എറിഞ്ഞു കൊല്ലുന്നു. അത് തന്നെയാണ് സമസ്തയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്ത ഇവിടെ എറിഞ്ഞു കൊന്ന ഒരാളെങ്കിലും ആരിഫൊന്ന് പറയട്ടെ. ഇവിടെ ഹോമോസെക്ഷലിൻ്റെ പേരിൽ സമസ്ത എറിഞ്ഞു കൊന്ന ഒരാളെങ്കിലും ഉദാഹരണമായിട്ട് ആരിഫൊന്ന് കൊണ്ടുവരട്ടെ. സത്യത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഹോമോസെക്ഷൽ എന്നല്ല, വ്യഭിചാരം ചെയ്ത ആളുകളെ എറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പക്ഷേ ഇസ്ലാമിക ഭരണം നടത്തുന്ന രാജ്യത്താണ്. അതല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി ചെയ്യേണ്ടത് തന്നെ ഭരണകൂടമാണ്, അല്ലാതെ സാധാരണക്കാരല്ല. അങ്ങനെ ആരിഫ് പറഞ്ഞതുപോലെ താലിബാൻ ചെയ്യുന്നത് പോലെ ഇവിടെയും സമസ്ത ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത ഒരാളെങ്കിലും വേണ്ടേ? ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്. ഓരോ കുറ്റകൃത്യങ്ങൾക്കും അവർ ചില ശിക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിന് അവർ സ്വീകരിച്ച ശിക്ഷാമാർഗം എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. ഇനി ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും അവിടുത്തെ ഭരണകൂടത്തിനല്ലാതെ അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങൾക്കും കൃത്യമായ ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഭരണകൂടം. കൊലപാതകത്തിനുണ്ട്, മോഷണത്തിനുണ്ട്, ഒരാളെ മർദ്ദിക്കുന്നതിനുണ്ട്, വ്യാജപ്രചരണം നടത്തുന്നുണ്ട്, എല്ലാത്തിനുണ്ട്. പിന്നെ വ്യഭിചാരത്തിന് മാത്രം ഒരു കുറ്റവും പാടില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ നാട്ടിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുമ്പോൾ പോലീസ് പിടിക്കുന്നുണ്ടല്ലോ, അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് മറ്റു നാടുകളിൽ മറ്റ് പല ശിക്ഷാ നിയമങ്ങളുണ്ടാവും, അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഓരോ നാട്ടിലും ഓരോ കുറ്റകൃത്യത്തിനും എന്ത് ശിക്ഷ നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യത്തുള്ള ഭരണകൂടമല്ലേ. അതിൽ പുറത്തുനിന്നുള്ള നമ്മൾ ഇടപെടുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ആ ശിക്ഷ നടപ്പാക്കുന്നത് എന്തിനാണ്? നമുക്കെല്ലാവർക്കും അറിയാം. ആ കുറ്റം ആവർത്തിക്കപ്പെടാതിരിക്കാനും മറ്റുള്ള ആളുകൾ ഈ ശിക്ഷാ നടപടി കണ്ടിട്ട് പേടിച്ചുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്നും അവർ മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശിക്ഷകൾ നടപ്പാക്കുന്നത്. പിന്നെന്താണ് ആരിഫ് പറയുന്നത്? ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണോ? ഒരു ശിക്ഷയും നടപ്പാക്കാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഇവിടെ ജീവപര്യന്തം തൂക്കിക്കൊല്ലുന്നു, മറ്റൊരു സ്ഥലത്ത് എറിഞ്ഞു കൊല്ലുന്നു. ഇതൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് ശിക്ഷകൾ തന്നെയാണ്. അത് ഒന്ന് ക്രൂരമാണ്, മറ്റൊന്ന് ക്രൂരമല്ല എന്നും വിധിക്കാൻ ആരിഫിന് അവകാശമില്ല. അതായത് മുഹമ്മദ് നബിയും കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗാന്ധിജിയൊക്കെ വലിയ തോതിൽ പുകഴ്ത്താറുള്ള നമ്മളുടെ ഉമറിൻ്റെ ഭരണം വരണം എന്നൊക്കെ പറയുന്ന ആ ഉമറിൻ്റെ ഒരു കന്നന്തിരിവാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ കൂട്ടാളികൾ പൂവാലന്മാരായിരുന്നു. അവർ രാത്രി അവിടെ കറങ്ങി നടന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ കയറി പിടിക്കും, അവരെ നോക്കി തോണ്ടും, അവരെ എല്ലാ തോന്നിയാസം ചെയ്യുന്ന ആളുകളാണ്. മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മുഹമ്മദ് നബിയുടെ ഭാര്യമാർ പെടുന്നു, അതല്ലെങ്കിൽ മറ്റ് സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകൾ പെടുന്നു. അതായത് ആ കാലഘട്ടത്തിൽ അവിടെ സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഉമർ എന്ന് പറയുന്ന ഉമറിൻ്റെ ഭരണം എന്ന് പറയുന്നതിലെ ഉമർ അവിടെ വന്നിട്ട് മുഹമ്മദ് നബിയോട് നിരന്തരം ആവശ്യപ്പെട്ടാണ്, എൻ്റെ പൊന്ന് മുഹമ്മദ്, ഈ പറയുന്ന ഈ ഹിജാബ് ഒന്ന് നിർബന്ധമാക്കുക. അതായത് സ്വതന്ത്ര സ്ത്രീകളടുത്ത് ഇത് മൂടിയിട്ട് നടക്കാൻ പറ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും, അവരെ ഞങ്ങൾ തോണ്ടില്ല, പിടിക്കില്ല, അവർക്ക് സുരക്ഷിതരായിട്ട് പോകാം എന്ന് പറയണം. അതായത് ബാക്കിയുള്ള ഇത് ഇടാത്ത ആളുകൾ അവിടെ ഒരു റേപ്പ് ചെയ്യാൻ വരെയുള്ള അവസരമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് നബി ആദ്യം നിഷേധിച്ച് നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ ഇതുപോലെ ഒരു ദിവസം വിളിക്ക് പോയ സമയത്ത് ഇതേപോലെ ഉമർ കാണുന്നു. അത് ആ ഭാര്യ കണ്ടെത്തുന്നു. ഭാര്യ പോയിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്. മുഹമ്മദ് അപ്പോൾ വലിയ വിഷമായി, സ്വന്തം ഭാര്യനെ വരെ ഈ സ്വന്തം കൂട്ടാളികൾ ഇതുപോലെ വായി നോക്കുന്ന അവസ്ഥ വന്നപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് പറയാണ്, ഹിജാബിൻ്റെ വേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇനി മുതൽ സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകൾ ഇത് മൂടിയിട്ട് നടക്കണം. അപ്പോൾ ഇസ്ലാമിൽ ഈ ഹിജാബിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും വേർതിരിച്ചറിയാനും സ്വതന്ത്ര സ്ത്രീകളെ ഇവരുടെ പൂവാല ശല്യത്തിൽ നിന്ന് രക്ഷിക്കാനും അടിമ സ്ത്രീകൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഫറുകളായിട്ടുള്ള ആളുകളെയും ഇതുപോലെയുള്ള പൂവാല ശല്യത്തിന് പാത്രമാക്കാനും എളുപ്പമാക്കി ഒരു ചുമന്ന വരയിട്ട് കൊടുക്കുന്ന പണിയാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഒന്നത് ഇതേ ഉമർ ഒരു അടിമ സ്ത്രീ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു അടിമ സ്ത്രീ ഒരു ദിവസം ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അടിമ ഇങ്ങനെ തലയിൽ ഹിജാബ് ഒക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, നിന്നെ ആരെങ്കിലും മോചിപ്പിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഇല്ല മോചിപ്പിച്ചില്ല. പിന്നെ നിന്നോട് ആര് പറഞ്ഞു ഈ ഹിജാബ് ഇടാനെന്ന് ചോദിച്ചിട്ട് മര്യാദയ്ക്ക് ഊരടി എന്ന് പറയുന്നു. ആ കുട്ടി ഊരുന്നില്ല. ഇത് സംഖ്യയല്ലാട്ടോ ഊരിക്കുന്നത്, ആലോചിക്കണം. അപ്പോൾ ഉമർ കയ്യിലിരുന്ന വടി കൊണ്ട് ആ പെണ്ണിനെ തല്ലിയിട്ട് അത് ഊരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇസ്ലാമിലെ ചാരിത്രവും ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആരിഫ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ആരിഫ് പറഞ്ഞ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിവിനായിട്ട് കൊണ്ടുവരണം. എവിടെ നിന്നാണ് ആരിഫിന് ഈ സംഭവങ്ങൾക്ക് കിട്ടിയത്? 14 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു സംഭവം ആരിഫിനോട് ഒരിക്കലും നേരിട്ട് വന്ന ഒരാൾ പറയില്ലല്ലോ. ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ അല്ലാതെ ആരിഫിന് അത് കിട്ടൂലല്ലോ. അങ്ങനെയെങ്കിൽ അത് രേഖപ്പെടുത്തി വെച്ച ചരിത്രങ്ങൾ ഒന്ന് കാണിക്കണം. അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകർക്കും അനുയായികളും കൊടിയ ശത്രുക്കളുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഈ പ്രവാചകരുടെയും അനുയായികളുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കാൻ കാത്തിരിക്കുകയാണവർ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കുകയാണവർ, അത് രേഖപ്പെടുത്താനും അത് പ്രചരിപ്പിക്കാനും. പക്ഷേ എന്നിട്ടും
ഈ പ്രവാചകന്റെ ശത്രുക്കൾ വരെ, പ്രവാചകരുടെ അനുയായികളുടെ ശത്രുക്കൾ വരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം അവർ രേഖപ്പെടുത്തി വച്ചിട്ടില്ല, അവർ എഴുതി വച്ചിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് സാഹിത്യകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും പ്രവാചകരുടെ ഈ കുറ്റങ്ങളും അബദ്ധങ്ങളും രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അതൊന്നു കൊണ്ടുപോകാം. വെറുതെ വിടുവായിത്തം പറയുക, വെറുതെ വായിട്ടലക്കുക എന്നല്ലാതെ തെളിവ് സഹിതം കാര്യങ്ങൾ പറയണം. ഏതായാലും മുസ്ലിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരം ആരോപണം പറയുമ്പോൾ അതിൻ്റെ തെളിവ് സഹിതം ഈ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ആരിഫിൻ്റെ ബാധ്യതയാണ്. ആരിഫിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും നന്മയുടെ കണിക ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആരിഫ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇയാൾ പറഞ്ഞ സംഭവങ്ങൾ വാദത്തിന് വേണ്ടി സത്യമാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന ഗാന്ധിജിക്ക് ചരിത്രബോധമില്ല, ഉമറിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പ്രവാചകരെക്കുറിച്ചും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് മഹാന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും ചരിത്രബോധമില്ല, അവർക്കൊന്നും ഇസ്ലാമിനെക്കുറിച്ച് യാതൊരു വിവരം പോലുമില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ ആരിഫ് പറഞ്ഞു ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ കൊണ്ടുവരരുതെന്ന്. എന്നാലോ ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി ആരിഫ് ആരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? പ്രവാചകൻ എന്ന മുസ്ലിമിനെയാണ്, ഉമർ റളിയല്ലാഹു എന്ന മുസ്ലിമിനെയാണ്, മറ്റ് അനുയായികളെയാണ്. അപ്പോൾ ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിങ്ങളെ ഇങ്ങനെ വരിക്ക് വരിയായിട്ട് ആരിഫ് കൊണ്ടുവരുന്നുണ്ട്, അതിനൊരു കുഴപ്പവുമില്ല. ഇനി ഏതെങ്കിലും മുസ്ലിങ്ങൾ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നു നിങ്ങൾ ഇസ്ലാമിനെ പറയുമ്പോൾ മുസ്ലിങ്ങളെ കൊണ്ടുവരരുതെന്ന്. മിനിറ്റുകൾക്കുള്ളിൽ 2 വാദമുഖങ്ങൾ പറയുന്ന ഈ ആരിഫിനെ വിശ്വസിക്കുന്നവരെ സമ്മതിക്കണം. ഏതായാലും വീഡിയോ വല്ലാതെ നീണ്ടുപോയിട്ടുണ്ട്, വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അമുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന മുസ്ലിം പണ്ഡിതന്മാരെ നമുക്കൊന്ന് കാണണ്ടേ? ആ രീതിയിലാണോ മുസ്ലിം പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? അത്തരത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതന്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുവരും. അങ്ങ് കർണാടകയിലെ ഒരു സഹോദരൻ 5 ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. വാഹനം നിർത്തിയതാണ്, അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് 4-5 ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ, അതല്ല മരണം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ്, വലിയ വേദനയിലാണ്, വലിയ വിഷമത്തിലാണ്. അല്ലാഹുവേ പരിഹാരം നൽകണേ അല്ലാ, ആ കുടുംബത്തിൻ്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. അർജുൻ എന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ, അതല്ല മറ്റു വല്ലതും സംഭവിച്ചു പോയോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ആ കുടുംബത്തിലേക്ക് അല്ലാഹുവേ സമാധാനത്തിൻ്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ഇതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് എല്ലാ കാലത്തും കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. മറിച്ച് ആരിഫ് പറഞ്ഞ പോലെ ഒരു ഉദാഹരണം ആരിഫിന് പോലും കാണിക്കാൻ കഴിയില്ല. വെറുതെ ഒരു പണിയുമില്ലാതെ സമൂഹത്തിൽ ഫിത്തനയുണ്ടാക്കി നടക്കുക എന്നല്ലാതെ, വെറുതെ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നല്ലാതെ വേറെ എന്ത് പണിയാണ് ആരിഫിനുള്ളത്? ഇയാളുടെ വാക്കുകൾ കേൾക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. പച്ചക്കളവല്ലാതെ സത്യസന്ധമായ ഒന്നും ആരിഫിൻ്റെ അടുക്കലില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ കാണിച്ച ആ വിശാല മനസ്കതയെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എടുക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഇന്ദിരാഗാന്ധിയും തീവ്രവാദ ആക്രമണത്തിൽ മരിച്ചതാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. നമ്മുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ സിഖ് സഹോദരങ്ങളിലെ വഴിതെറ്റിപ്പോയ ഖാലിസ്ഥാനി തീവ്രവാദികളോ അവരോട് എന്താ പറയുക ഐക്യപ്പെടുന്നവരോ ആയിരിക്കും കൊന്നത്. നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്നത് ഇസ്ലാമിക് തീവ്രവാദികളാണ്. രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷകളിൽ ഒന്നിന്റെ സബ് നാഷണലിസം വരുന്നതിന്റെ എക്സ്ട്രീമിസ്റ്റ് ആയി പോയ തമിഴ് പുലികളാണ്. ഇന്ത്യയിൽ നടന്ന അങ്ങനെ എത്ര ആക്രമണങ്ങൾ നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. അങ്ങ് നേരത്തെ പെർസിക്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ പേരിൽ എത്ര പെർസിക്യൂഷൻ നടത്തുന്നു? കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ 6 മോബ് ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. അതിൽ 90% മുസ്ലിം സമൂഹത്തിന് നേരെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് അല്ലെങ്കിൽ 8 വ്യത്യസ്ത കണക്കുകളുണ്ട്. 6 മുതൽ 10 പേര് വരെ മോബ് ലിഞ്ചിന്റെ ഭാഗമായി കൊല്ലുന്നുണ്ട്. അവർ ഇസ്ലാം എന്താ പറയുന്നത്, അത് ഇസ്ലാമോഫോബിയ കാരണമല്ലേ? അല്ലെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പം നന്മയും തിന്മയും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് കാണാതിരിക്കുന്നത്? അമേരിക്കയിലുള്ള ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന ആരാണ്? വൈറ്റ് നാഷണലിസ്റ്റുകളും കൂക്ലക്സ് ക്ലാനുകളുമാണ്. അവിടുത്തെ മാസ് മർഡർ ഉണ്ടാകുന്നത് വെറുതെ ഒരു സ്കൂളിലെ ഗണ്ണെടുത്ത് 30-40 പേരെ ഈ വെള്ള തീവ്രവാദികൾ അല്ലെങ്കിൽ വൈറ്റ് സുപ്രീമാസിസ്റ്റ് കൊല്ലുന്നത് നമ്മൾ തീവ്രവാദമായിട്ട് കാണണ്ടേ? അപ്പൊ എല്ലാത്തിലും പ്രശ്നങ്ങളില്ലേ? മുസ്ലിങ്ങളെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്യുന്ന എന്ത്? അത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ പോലെ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഇത്തരത്തിൽ ആരിഫിനെ പോലെ ആളുകളെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.